Integrated rate equation. The derivation ആണെങ്കിൽ നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് ഡെറൈവ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ നമുക്ക് ആർ ഗിവിംഗ് പി എന്നുള്ള ഒരു റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. റിയാക്റ്റൻ്റ് ആണ് ആർ, പി എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്തായിരിക്കും? മൈനസ് d concentration of R by dt equal to rate constant K into molar concentration of R raised to 0. ഇത് നമുക്കറിയാം R raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അവിടെ 1 ആയതുകൊണ്ട് നമുക്ക് ഈ നമ്പർ ഇത് ഒഴിവാക്കി. അടുത്തത് ഈ മൈനസ് സൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, ഡി ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തായി? ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു മൈനസ് കെ ഡി ടി എന്ന് കിട്ടി. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ സൈൻ എഴുതി. കോൺസ്റ്റൻറ്റ് കെ ആയതുകൊണ്ട് അത് പുറത്തേക്ക് ഇട്ടു, അതിന് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ആറാണ്. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് ആണ്, അതുകൊണ്ട് ഇൻ്റഗ്രൽ ഡി ആർ ആറാണ്. ഈക്വൽ ടു മൈനസ് കെ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ എഴുതി. ഇനി ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. ഇനി അതിൻ്റെ കൂടെ ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഐ കൂടെ ചേർത്തു. ഏതൊരു ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാലും ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും ആഡ് ചെയ്യാൻ, അതാണ് ഐ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് എന്താണ് ഈ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ എന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ ടിക്ക് 0 എന്ന് കൊടുക്കും. അതായത് റിയാക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് ടി ഈക്വൽ ടു 0 ആയിരുന്നപ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആർ എന്നുള്ളതിന് പകരം R0 എന്ന് കൊടുക്കാം. കാരണം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് R0 ആണ്. ടി 0 ആണെങ്കിൽ അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് R ആയിരിക്കും. അപ്പോൾ R0 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0, ടിക്ക് 0 കൊടുത്തു, പ്ലസ് ഐ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഐ എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് R0. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് R ആണ്, ഐ എന്ന് കിട്ടി. ഇനി ഈ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഇക്വേഷൻ 1 കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ ഇക്വേഷൻ? ഈ ഐക്ക് പകരം R0 എന്ന് കൊടുക്കുക, അത്ര ചെയ്യുന്നുള്ളൂ. ഐക്ക് പകരം R0 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ R is equal to മൈനസ് കെ ടി പ്ലസ് R0 എന്നായി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? K is equal to R0 minus R by T. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. അത് ആ ഇക്വേഷൻ രൂപത്തിൽ തന്നെ പഠിച്ചു വെക്കണം. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ? K is equal to R0 minus R by T. R0 minus R എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് R ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് R മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ടൈം ടേക്കൺ T. അതാണ് K. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി. അതായത് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, സീറോ ഓർഡർ റിയാക്ഷൻ്റെ. ഇക്വേഷൻ 1 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് R is equal to മൈനസ് കെ ടി പ്ലസ് R0. ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം കിട്ടിയ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഏത് ഫോമാണ്? y is equal to mx plus c ഫോമിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് R, എക്സ് ആക്സിസിൽ ടൈം ടി. അപ്പോൾ നമുക്ക് y is equal to mx plus c യുടെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് ഇതാണ്. y ഇൻ്റർസെപ്റ്റ് R0, അതായത് സിക്ക് തുല്യമായിട്ടുള്ളതാണ് R0 y ഇൻ്റർസെപ്റ്റ്. ഇനി ഇതിൻ്റെ സ്ലോപ്പ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? എം ആണ് സ്ലോപ്പ്. അപ്പോൾ മൈനസ് കെ, എമ്മിന് തുല്യമായിട്ട് ഇവിടെ മൈനസ് കെ ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റിന് ഒരു മൈനസ് ആയി ഇട്ട് കൊടുത്താൽ സ്ലോപ്പായി, അത് നെഗറ്റീവ് സ്ലോപ്പാണെന്ന് അർത്ഥം. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ ഡെറിവേഷനാണ്. ആദ്യത്തെ പോലെ തന്നെ റിയാക്ഷൻ ആർ ഗിവിംഗ് പി ആണ്. ഇത് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ മൈനസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 1 എന്നാണ് കിട്ടുക. പിന്നെ ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഇവിടെ 1 എഴുതണം. ഇനി ആർ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ആർ തന്നെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ആ 1 ഒഴിവാക്കാം, ആർ തന്നെയാണ്. ഇനി നമുക്ക് ആ മൈനസ് സൈനെയും ഡി ടിനെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ആറിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം.
അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ആർ. അതായത് ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി താഴേക്ക് വന്നു. ഈ മൈനസ് ഇവിടെ ഒഴിവാക്കി, ഇവിടെയാണ് മൈനസ്. ഇപ്പോൾ മൈനസ് കെ ഡി ടി എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യത്തെ അതേ പ്രൊസീജിയറാണ്. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് കെ ഒഴിവാക്കാം. അപ്പോൾ 1/r dr എന്നാണ് ഇതിൻ്റെ അർത്ഥം. dr/r എന്ന് പറഞ്ഞാൽ 1/rൻ്റെ ഇൻ്റഗ്രൽ. 1/rൻ്റെ ഇൻ്റഗ്രൽ നാച്ചുറൽ ലോഗ് ആർ എന്നാണ്, ln r. അതായത് 1/x-ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണ്. അപ്പോൾ 1/rൻ്റെ ഇൻ്റഗ്രൽ ln r ലോഗ് ആർ ഈക്വൽ ടു മൈനസ് കെ, പിന്നെ ഡി ടിയുടെ ഇൻ്റഗ്രൽ ടി പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഐ എന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ അതേ പ്രൊസീജിയർ ടിക്ക് 0 എന്ന് കൊടുക്കുക. അപ്പം ഐ കാണാനാണ് പോകുന്നത്. അപ്പോൾ ടിക്ക് 0 എന്ന് കൊടുത്താൽ ln ആറിന് r0 എന്ന് കൊടുക്കണം. ln r0 ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. കാരണം ടി 0 ആണല്ലോ. അപ്പോൾ ഐ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഐ കിട്ടും. ഇനി ആ കിട്ടിയ ഐ ഇവിടെ ഇക്വേഷൻ 1 എഴുതുകയാണെങ്കിൽ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ln r ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ln r0 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ്റെയാണ് ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. ഈ ഇക്വേഷൻ y is equal to mx plus c ഫോമാണ്. അപ്പോൾ ആദ്യം വരച്ച പോലെ തന്നെ ഗ്രാഫ് വരയ്ക്കാം. y ഇന്റർസെപ്റ്റ് c, ln r0 ആയിരിക്കും. സ്ലോപ്പ് മൈനസ് കെ കിട്ടും. y ആക്സിസിൽ ലോഗ് ആറും x ആക്സിസിൽ ടിയും വെച്ചിട്ടാണ് ഗ്രാഫ് വരയ്ക്കുക. സീറോ ഓർഡർ റിയാക്ഷൻ്റെ അതേ ഗ്രാഫാണ് കിട്ടുക, പക്ഷേ ലോഗ് r0 ആയിരിക്കും y ഇന്റർസെപ്റ്റ് മാത്രം. ഇനി നമുക്ക് അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നാച്ചുറൽ ലോഗിനെ കോമൺ ലോഗരിതമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ln r മൈനസ് ln r0 ഇതൊക്കെ കോൺസെൻട്രേഷനാണ്. ln r മൈനസ് ln r0 ഈക്വൽ ടു മൈനസ് കെ ടി, അല്ലെങ്കിൽ ln a മൈനസ് ln b, ലോഗ് a മൈനസ് ലോഗ് b എന്ന് പറഞ്ഞാൽ ലോഗ് a ബൈ b ആണ്. അപ്പോൾ ലോഗ് r ബൈ r0 ഈക്വൽ ടു മൈനസ് കെ ടി. ഈ ഇക്വേഷനെ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കെ മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തുക. അപ്പോൾ കെ ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 1/t ലോഗ് ഇത് നാച്ചുറൽ ലോഗ് ln r ബൈ r0, കോൺസെൻട്രേഷൻ ഓഫ് r ബൈ കോൺസെൻട്രേഷൻ ഓഫ് r0 എന്ന് കിട്ടി. ഇനി ഇതിനെ മൈനസ് സൈൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? ലോഗ് 1/x ആണ് മൈനസ് ലോഗ് എക്സ്. അപ്പോൾ സൈൻ മാറ്റുമ്പോൾ ഇതൊന്ന് തിരിച്ചിടേണ്ടി വരും. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 1/t നാച്ചുറൽ ലോഗ് r0 ബൈ r. അപ്പോൾ ഇവിടെ മാറ്റിയിടാൻ കാരണം ഈ മൈനസ് സൈൻ ഒഴിവാക്കിയതാണ്. ഇനി നമുക്കതിനെ നാച്ചുറൽ ലോഗിനെ LOG എന്നുള്ള കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാം. അതിന് വേണ്ടത് എന്താണ്? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 2.303/t ലോഗ് LOG എന്നുള്ള ലോഗായി. അത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് r0 ബൈ r. ഇതാണ് പഠിച്ചു വയ്ക്കേണ്ട ഫൈനൽ ഇക്വേഷൻ. ഇത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ആൻസർ പറയേണ്ടതാണ് കെ ഇസ് ഈക്വൽ ടു 2.303/t ലോഗ് r0 ബൈ r. ഇതിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് കെ ഇസ് ഈക്വൽ ടു 2.303/t ലോഗ് a ബൈ a മൈനസ് എക്സ് എന്നും പറയാം. ഇതും പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് ന്യൂമറേറ്റർ, ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് ഡിനോമിനേറ്റർ. ആ ഫൈനൽ കോൺസെൻട്രേഷൻ a മൈനസ് എക്സ്, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് റിയാക്ട് ചെയ്തതിനെ കുറച്ചാൽ കിട്ടും. അതാണ് രണ്ടാമത്തെ ഫോം. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ സാധാരണ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വേറൊരു ഫോമിലും കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. അത് നോട്ടിൽ എഴുതിയിട്ടുണ്ട്, അത് നോട്ട് വെച്ച് പഠിക്കുക. അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും വേറെ രീതിയിലും കൂടി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതും നോട്ട് വെച്ച് റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.